മരണത്തിലേക്ക് നയിച്ചത് ആ ഒരു ഫോൺ കോൾ. പ്രമുഖ മലയാളി വ്യവസായിയും കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമയുമായ CJ റോയിയുടെ ആത്മഹത്യാ അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവ്. മരണത്തിന് തൊട്ടു മുൻപ് റോയിയുടെ മാനസികാവസ്ഥയെ പൂർണ്ണമായും തകിടം മറിച്ച ആ നിഗൂഢ ഫോൺ കോളിനെ കേന്ദ്രീകരിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ നീങ്ങുന്നത്. ന്യൂസ് ഫസ്റ്റ് പ്രൈം എന്ന ഇംഗ്ലീഷ് പോർട്ടലാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ബംഗളൂരുവിലെ ലാംഗ്ഫോർഡ് റോഡിലെ ഓഫീസിലേക്ക് തന്റെ മാനേജർ ജോസഫിനൊപ്പം കാറിൽ വരുമ്പോഴാണ് ഈ കോൾ എത്തിയത്. ആദായ നികുതി വകുപ്പ് റെയ്ഡുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഓഫീസിലേക്ക് പോകുമ്പോൾ റോയ് തികച്ചും ശാന്തനായിരുന്നുവെന്ന് ജോസഫ് മൊഴി നൽകിയിട്ടുണ്ട്. ജോസഫ് ഈ കോളിനെക്കുറിച്ചും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. 2:45 ആ ഫോൺ കോൾ റോയിയെ പാടെ മാറ്റിമറിച്ചു. കോൾ അവസാനിച്ച നിമിഷം തന്നെ റോയിയുടെ കണ്ണ് നിറയുകയും സംസാരശേഷി നഷ്ടപ്പെട്ട നിലയിൽ അങ്ങേയറ്റം അസ്വസ്ഥനാവുകയും ചെയ്തതായി ദൃക്സാക്ഷികൾ പറയുന്നു. മാനേജർ ജോസഫ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും റോയി മൗനത്തിലേക്ക് പിൻവാങ്ങി. ഓഫീസിലെത്തി മിനിറ്റുകൾക്കകം തന്റെ കൈവശമുണ്ടായിരുന്ന തോക്കുപയോഗിച്ച് റോയ് ജീവനൊടുക്കുകയായിരുന്നു. ആ അവസാന നിമിഷങ്ങളിൽ റോയിയെ തളർത്തിയ ആ ഫോൺ സന്ദേശം എന്തായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അതൊരു സാധാരണ കോളായിരുന്നോ അതോ വാട്സപ്പ് വഴിയുള്ള ഇന്റർനെറ്റ് കോളായിരുന്നോ എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് SIT. റോയിയുടെ ഫോണിലെ കോൾ റെക്കോർഡുകളും ആശയവിനിമയ രേഖകളും പോലീസ് വിശദമായി വിശകലനം ചെയ്തു വരികയാണ്. ആരാണ് ആ സമയത്ത് റോയിയെ വിളിച്ചത്? ആ സംഭാഷണത്തിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നതോ മാനസികമായി തകർക്കുന്നതോ ആയ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുന്നതിലൂടെ മാത്രമേ CJ റോയിയുടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം പുറത്തുകൊണ്ടുവരാൻ സാധിക്കൂ എന്ന് ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നു. മരണത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഓഫീസുകളിലും റോയിയുടെ വസതിയിലും ആദായ നികുതി വകുപ്പ് വ്യാപകമായ റെയ്ഡുകൾ നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു അദ്ദേഹമെന്ന് റിപ്പോർട്ടുകളുണ്ട്. മരണം ബംഗളൂരു ലാംഗ്ഫോർഡ് റോഡിലെ ഓഫീസിൽ വെച്ച് സ്വന്തം ലൈസൻസുള്ള തോക്കുപയോഗിച്ചാണ് അദ്ദേഹം ജീവനൊടുക്കിയത്.